എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായതുകൊണ്ടാണ് വിവാഹം ലളിതമാക്കിയത്. ഗൗതമിൻ്റെ അച്ഛന് വിവാഹത്തിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല. വിവാഹശേഷം വന്ന ഗോസിപ്പുകളെ കുറിച്ച് നടി മഞ്ജിമ മോഹൻ. ബാലതാരമായ അഭിനയ രംഗത്തേക്ക് കടന്നു വന്ന മഞ്ജിമ മോഹൻ ഇന്ന് പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാണ്. നായിക നടിയായപ്പോൾ തമിഴകത്താണ് മഞ്ജിമയ്ക്ക് കൂടുതൽ സ്വീകാര്യത ലഭിച്ചത്. തമിഴ് നടൻ ഗൗതം കാർത്തിക്കിനെയാണ് മഞ്ജിമ വിവാഹം ചെയ്തത്. ചെന്നൈയിൽ ലളിതമായ ചടങ്ങുകളോടെ അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലാണ് വിവാഹം നടന്നത്. വിവാഹ സമയത്ത് പല അഭ്യൂഹങ്ങളും സിനിമാ ലോകത്ത് പ്രചരിച്ചു. പഴയകാല നടൻ കാർത്തിക്കിന്റെ മകനാണ് ഗൗതം കാർത്തിക്. നടി രാഗിണിയാണ് ഗൗതം കാർത്തിക്കിന്റെ അമ്മ. കാർത്തിക്കും രാഗിണി ഏറെക്കാലമായി അകന്നു കഴിയുകയാണ്. അമ്മയാണ് തന്നെ സഹോദരനെ വളർത്തിയതെന്ന് ഗൗതം ഒരു അഭിമുഖത്തിൽ തുറന്നു പറയുകയുണ്ടായി. ഗൗതമിനൊപ്പമുള്ള വിവാഹ ജീവിതത്തെക്കുറിച്ചും വിവാഹ സമയത്ത് നടന്ന അഭ്യൂഹങ്ങളെക്കുറിച്ചും സംസാരിക്കുകയാണ് മഞ്ജിമ. ഇഷ്ടപ്പെട്ട ആളെ എന്ന് കാണാൻ പറ്റുക, അദ്ദേഹത്തിനൊപ്പം ജീവിക്കാൻ പറ്റുക എന്നതൊക്കെ ശരിക്കും അനുഗ്രഹമാണെന്നും വിവാഹ ജീവിതം തൻ്റെ ലൈഫിൽ വലിയ മാറ്റങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ലെന്നും താനും തൻ്റെ ജീവിത രീതികളുമൊക്കെ പഴയതുപോലെ തന്നെയാണെന്നും താരം പറയുന്നു. കല്യാണം കഴിഞ്ഞ ഒരു വലിയ സിനിമാ കുടുംബത്തിലേക്ക് പോകുന്നു എന്നതും ഉത്തരവാദിത്തമാണെന്നും പക്ഷേ രസമാണെന്നും മഞ്ജിമ പറയുന്നു. വിവാഹ സമയത്ത് കേട്ട സോഷ്യൽ മീഡിയ കമൻറ്റുകളെക്കുറിച്ചും മഞ്ജിമ പറയുന്നുണ്ട്. എന്നും സോഷ്യൽ മീഡിയ തുറന്നു കാട്ടുന്നതിനോട് താൻ ഒട്ടും യോജിക്കുന്നില്ലെന്നും തുടക്കത്തിലൊക്കെ അങ്ങനെ ആയിരുന്നു, പിന്നീട് തനിക്ക് മനസ്സിലായി കാഴ്ചക്കാർ അവരുടെ കാഴ്ചപ്പാടുകളിൽ നിന്നുകൊണ്ടാണ് നമ്മളെയും വിലയിരുത്തുന്നത് എന്ന്. വളരെ മോശമായി ബാധിക്കാൻ തുടങ്ങിയപ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് അകന്നത്. ഞങ്ങൾ രണ്ടുപേരും എന്താണ് ഞങ്ങളുടെ ജീവിതം എന്ന് സോഷ്യൽ മീഡിയയിൽ തുറന്നു കാണിക്കാൻ ഇഷ്ടപ്പെടാത്തവരാണ്. പക്ഷേ എന്തെങ്കിലും വിശേഷ ദിവസം വരുമ്പോൾ ഒരുമിച്ചുള്ള ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി കുടുംബത്തിൽ നിന്നും വല്ലാത്ത സമ്മർദ്ദം ഉണ്ടാവാറുണ്ട്. വിവാഹശേഷമുള്ള ആദ്യത്തെ പൊങ്കലിന് ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ നിർബന്ധിച്ച് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ക്രിസ്മസിനും ന്യൂ ഇയറിനും എല്ലാം ഫോട്ടോ പോസ്റ്റ് ചെയ്തില്ലെങ്കിൽ ആളുകൾ മറ്റൊരു തരത്തിൽ കഥകൾ മെനയും എന്ന് താരം പറയുന്നു. തൻ്റെ വിവാഹത്തെക്കുറിച്ച് വന്ന നെഗറ്റീവ് കമൻറ്റുകൾ മാനസികമായി തളർത്തിയിരുന്നുവെന്ന് മഞ്ജിമ പറഞ്ഞു. വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായതുകൊണ്ടാണ് വിവാഹം ലളിതമാക്കിയത്. ഗൗതമിൻ്റെ അച്ഛന് വിവാഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ആരെയും ക്ഷണിക്കാത്തതിൻ്റെ കാരണം അതാണ് എന്നൊക്കെയാണ് വാർത്തകൾ വന്നതെന്നും അത് മാനസികമായി വേദനിപ്പിച്ചെന്നും മഞ്ജിമ പറഞ്ഞു. ആ അവസ്ഥയിൽ താൻ തളർന്നിരിക്കുമ്പോൾ എന്തും തുറന്ന് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഗൗതം തന്നുവെന്നും അതാണ് തങ്ങളുടെ മാരേജ് ലൈഫിൻ്റെ അടിത്തറയെന്നും താരം പറയുന്നു. തുടക്കത്തിൽ തന്നെ നമ്മൾ പരസ്പരം മനസ്സിലാക്കാതെ വിഷമിച്ചിരിക്കുന്നതിന് കാരണം മറ്റെന്തെങ്കിലും ആണെന്ന് ഗൗതം ഊഹിച്ച് മാറിയിരുന്നുവെങ്കിൽ തുടക്കത്തിലെ പ്രശ്നങ്ങൾ വന്നേനെ. എന്നും പ്രോപ്പറായ കമ്മ്യൂണിക്കേഷനാണ് ഏതൊരു ദാമ്പത്യത്തിൻ്റെയും അടിത്തറയെന്നും താരം പറയുന്നു. അതേസമയം ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ചിലപ്പോൾ തമാശയായി നിങ്ങൾ രണ്ടുപേരും വളരെ ബോറിംഗ് ആണെന്ന് പറയുമെന്നും നടി പറഞ്ഞു. എപ്പോഴും സിനിമ കാണും, പുറത്തു പോകില്ല. അമ്മായിയമ്മ ഇതേക്കുറിച്ച് ഒരുപാട് പറയും. എൻ്റെ കുടുംബാംഗങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഞങ്ങളെക്കുറിച്ച് അറിയാത്തവരും ഇങ്ങനെ പറയാൻ തുടങ്ങി. ഞങ്ങൾക്ക് വീട്ടിലിരിക്കാൻ ഇഷ്ടമാണ്, വെറുതെ വീട്ടിലിരിക്കുന്നു. ഗൗതം ഗെയിം കളിക്കുമായിരിക്കും, ഞാൻ ഷോകൾ കാണുന്നുണ്ടാവും. ഞങ്ങൾ ഇങ്ങനെയാണ്, ഇതെല്ലാവരോടും പറയാൻ പറ്റില്ല. മാതാപിതാക്കളോടും സഹോദരങ്ങളോടും പറയും. വിവാഹത്തിന് ശേഷം പൊങ്കൽ ദിനത്തെ ഒരുമിച്ചുള്ള ഫോട്ടോ പങ്കുവെക്കാൻ ഒരുപാട് സമ്മർദ്ദം ഉണ്ടായിരുന്നെന്നും മഞ്ജിമ പറയുന്നു. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. സിനിമാ താരങ്ങളാകുമ്പോൾ അവർ അങ്ങനെ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടുന്ന ഫോട്ടോസ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള അവരുടെ പേരുകൾ, ഭർത്താവിൻ്റെ പേരുകൾ മാറ്റിയാലോ ഫോട്ടോസ് ഡിലീറ്റ് ചെയ്താലോ ഇവർ തമ്മിൽ പിരിഞ്ഞെന്നുള്ള വാർത്തകൾ അടിച്ചിറക്കും. യൂട്യൂബ് ചാനലുകളൊക്കെ അങ്ങനെ ഒരുപാട് ഫേക്കായിട്ടുള്ള ന്യൂസുകളൊക്കെ ഉണ്ടാക്കി ഇടാറുണ്ട്. ചിലതൊക്കെ സത്യമായിരിക്കും, ചിലതൊക്കെ ചുമ്മാ ആയിരിക്കും. അസിൻ്റെയൊക്കെ കാര്യം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അസിൻ കുറച്ച് ഫോട്ടോസ് ഡിലീറ്റ് ചെയ്തപ്പോൾ അവർ തമ്മിൽ പിരിയാൻ പോകുന്നെന്ന് പറഞ്ഞ് ന്യൂസ് അടിച്ചിറക്കി.